ഹലോ, ഇന്ന് ചെറിയ പെരുന്നാളുടെ 2ാം ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ചെറിയ മാമാടെ വീട്ടിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വലിയ മാമാടെ വീട്ടിലാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരും കൂടുന്നത്. അപ്പോൾ ഞാനും ആമി ഐശും കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. എനിക്ക് അവിടെ പോയിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ നീമോളപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതെ മാമാടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളെ ഞാൻ അപ്പുറത്ത് ആക്കിയിട്ടാണ് വന്നത്, വീട്ടിലാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രം ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതവിടെ വന്നപ്പോൾ അതെ കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് കിച്ചണിലാണ് പണിയുള്ളത്. ബിരിയാണി വെക്കുക എന്നുള്ള ദൗത്യം എനിക്കാണ് കേട്ടോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട്, എന്നെയും കാത്തിട്ട് അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നേരം വൈകാനൊന്നും നിന്നില്ല, നേരെ ബിരിയാണിയുടെ പണിക്ക് കയറി കേട്ടോ. എൻ്റെ ഹെൽപ്പർമാരായിട്ട് 2 ആളുണ്ടായിരുന്നു കേട്ടോ കൂടെ. അതെ അവർക്കുള്ള പണിയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, ഒപ്പം എൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചോറിൻ്റെ പണി നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മാമ വിളിക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണി മോശമായി എന്നോട് പിന്നെ കൂടെ ഇറങ്ങി ഓടിക്കോളാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമ. അങ്ങനെ അതെ ചോറിന് അരിയൊക്കെ ഇടാണ് കേട്ടോ. അപ്പം നമ്മുടെ ചോറൊക്കെ ദമ്മിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കുട്ടികളനായിട്ട് നീമോള് വരുന്നുണ്ട് കേട്ടോ. ആമി ഐശു വരുന്നുണ്ട്. അതെ പിന്നാലെ കുഞ്ഞുമ്മയും കുട്ടികളും ഉമ്മയും ഒക്കെ കൂടിയിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട്, എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അതെ ഓരോരുത്തരെത്തി നമ്മളിനി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് കേട്ടോ. ബിരിയാണിയൊക്കെ ദമ്മ് പൊട്ടിച്ചത് വളമ്പാണ് കേട്ടോ. അപ്പോൾ വെച്ച ആൾ തന്നെ വളമ്പടം എന്നുള്ളൊരു ചടങ്ങും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ തന്നെ നല്ല ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. അതിനിടയ്ക്കതേ ആമി ഐശും കോഴികളേനൊക്കെ നോക്കിയിട്ട് നിൽക്കുക കേട്ടോ. അവർക്ക് ഭയങ്കര ഒരു കൗതുകം അങ്ങനെ കോഴികളേനെ കാണുമ്പോൾ. അപ്പോൾ അത് കാരണം അവരവിടെ കുറേ നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ടായിരുന്നു ബിരിയാണി? സൂപ്പർ. ഇവരൊക്കെ ഇവിടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവർ ഫുഡ് കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതെ അത് കണ്ട് ഇവിടെ സ്വറ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. ഇനി ഞങ്ങൾ പെണ്ണുങ്ങളാരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിനി കഴിക്കാൻ പോവാണ്. അങ്ങനെ എല്ലാവരുടെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളും കഴിക്കണം കേട്ടോ. മോശം ഉണ്ടായിരുന്നില്ല, നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് 4 മണി ചായക്കുള്ള പലഹാരത്തിൻ്റെ പണിയിലാണ് കേട്ടോ മാമിയും. അപ്പം ഞാനവിടെ പോയി മെല്ലെ എന്തുണ്ടാക്കണേന്നൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ ഉണ്ണിയപ്പാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതെ നല്ല അടിപൊളി ഉണ്ണിയപ്പം. ഞാൻ പറഞ്ഞാൽ എനിക്ക് കുറച്ച് മൊരിച്ചെടുക്കുന്നുള്ളത്. അപ്പം ഞാൻ മൊരിഞ്ഞത് നോക്കി എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 5 or 6 ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ട് ഇരുന്നരിപ്പിൽ. നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പമായിരുന്നു.
അപ്പോൾ അതെ ഈ ഉണ്ണിയപ്പത്തോട് കൂടിയിട്ട് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം. ഓക്കെ, താങ്ക് യു.